ഹായ്, ഇന്ന് നമുക്ക് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. ആഹാരം ഒഴിവാക്കുക, കുറച്ചു അതോ കൂടുതൽ സമയത്തേക്ക്. അത് ആരോഗ്യപരമായ കാരണങ്ങളാകാം, അല്ലെ ധാർമ്മികമായിട്ടുള്ള കാരണങ്ങളാകാം. ആയുർവേദത്തിൽ ഉപവാസത്തെ 7 തരത്തിലുള്ള ശമന പ്രക്രിയയിലെ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. നാച്ചുറോപ്പതിയിൽ പറയപ്പെട്ടിരിക്കുന്നത് ഇത് ഏറ്റവും പ്രാചീനമായിട്ടുള്ളതും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളതും അതുപോലെ തന്നെ ലീസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. 3 തരത്തിലാണ് ഫാസ്റ്റിങ്ങിനെ തരംതിരിച്ചിരിക്കുന്നത്: ഷോർട്ട്, ഇൻ്റർമിറ്റൻറ്റ്, ലോങ്. ഇനി ഫാസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് നോക്കാം. ഇത് ബോഡിയെ ഡീടോക്സിഫൈ ചെയ്യുന്നു, അതുപോലെ തന്നെ സെല്ലുലാർ റിന്യൂവലിന് സഹായിക്കുന്നു. ഡൈജസ്റ്റീവ് ഓർഗൻസിന് റെസ്റ്റ് കിട്ടും. വെയ്റ്റ് മാനേജ്മെൻറ്റിനും ഇത് സഹായിക്കും. മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ഓൾസോ ഇറ്റ് ഈസ് ഗുഡ് ഫോർ കാർഡിയോവാസ്കുലർ ആസ് വെൽ ആസ് ഡൈജസ്റ്റീവ് ഹെൽത്ത്. ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.